നമസ്കാരം, ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അമൃത ടീച്ചറിന്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാണ്. എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? അമൃത ഓൺ ചെയ്തോ, വീഡിയോ ഓൺ ചെയ്തോ. സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. നന്നായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പേടിച്ച പോലൊന്നും ഉണ്ടായില്ല, ധൈര്യത്തോടെ. കാരണം നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് തന്ന് സംസാരിക്കാൻ പറ്റുന്നതിന്റെ എല്ലാ ഒരു ഗുണവും എനിക്ക് അവിടെ ചെയ്യാൻ പറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഇങ്ങനെ വായിച്ചു വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ നമുക്കത് പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമ്പോഴാണല്ലോ നല്ല രീതിയിൽ നമ്മൾ മെച്ചപ്പെടുന്നത്. അപ്പൊ അത്തരത്തിൽ എനിക്ക് ഈ ഒരു ടീച്ചിങ് ആസ്പിരൻസിൽ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണം കിട്ടി. കാരണം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പറയാൻ പറ്റി. അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. എന്നാലും എനിക്ക് എവിടെയും ഒരു തടയലോ ഒന്നും വന്നില്ല ടീച്ചർ. എനിക്ക് ഒരു ഒഴുക്കോട് കൂടി. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന ഇന്റർവ്യൂ പാനലിലുള്ള ആൾക്കാർ 3 പേരുണ്ടായിരുന്നു. നമ്മളെ പറയാൻ അനുവദിക്കും, നമ്മളെ കേൾക്കും. നമുക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം കേൾക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ട്. അങ്ങനെ ഒരാൾക്കാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസ് ആയിരിക്കും. അപ്പൊ അവരിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റി. ആ പറഞ്ഞു തീരുന്നത് വരെ നമ്മളെ കേട്ടിരിക്കും. അതിനുശേഷമേ അടുത്ത ചോദ്യം അവർ ചോദിക്കുള്ളൂ. ഓക്കെ, ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ വന്നിരുന്നോ? ഇന്നലെ ഒരു മോക്ക് ഇന്റർവ്യൂ പോലെ. ഇന്നലെ നല്ല നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പുറത്തുനിന്ന് എനിക്ക് വേറെ ചോദ്യം കിട്ടിയില്ല. എങ്ങനെ പറയാം? അത് ആദ്യം ചോദിക്കുന്നത് ഞാൻ BA ചെയ്തത് പൊളിറ്റിക്കൽ സയൻസ് അല്ലേന്ന് ചോദിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. രാജ്യസഭാ മണ്ഡലങ്ങള്, നിയമസഭാ മണ്ഡലങ്ങൾ, രാജ്യസഭാ മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലം, പിന്നെ എത്ര വനിതാ മന്ത്രിമാരുണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ MLA ആരാണ്, MP ആരാണ്, അതൊക്കെ ചോദിച്ചു. അതിലെനിക്ക് ലോക്സഭയുടെ കാര്യം വന്നപ്പോ എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന്. ആ എണ്ണം എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. പിന്നെ ചോദിക്കുന്നത് മറന്നുപോയി കേട്ടോ. പിന്നെ ചോദിക്കുന്നത് എങ്ങനെയാ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചത്. പിന്നെ ടീച്ചറെ, ചോദ്യങ്ങള് എന്റെ കയ്യിലുണ്ട്, കുഴപ്പമില്ല. ഒന്ന് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ DDE പിന്നെ എന്നോട് ചോദിച്ചത് ഒരു ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു അധികാരി ആരെന്ന രീതിയിലാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞത് വിദ്യാഭ്യാസ സെക്രട്ടറി എന്നാണ്. അപ്പൊ പറഞ്ഞു ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഉത്തരം പറയാം. അന്നേരമാണ് എനിക്ക് DDE ആണെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ലാൽ KI അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അതിനുശേഷം പിന്നെ ചോദിക്കുന്നത് ICT. ഇത് ആ ഓർഡർ നല്ല കേട്ടോ, ഞാൻ ഓർക്കുന്നതനുസരിച്ച് പറയാം. ICT ചോദിച്ചു. ICT കൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ ചോദിച്ചു. പിന്നെ പറഞ്ഞത് ജ്ഞാനനിർമ്മിതിവാദം ആരാണ്. അപ്പൊ ഞാൻ പിയാഷെ എന്നൊരു ഉത്തരവാണ് പറഞ്ഞത്. അപ്പൊ ചോദിച്ചു ബ്രൂണർ ഇല്ലേന്ന്. ഞാൻ പറഞ്ഞു ബ്രൂണറും ഉണ്ട്, പ്രധാനമായിട്ടും പിയാഷെയാണ് ഞാൻ ആ സമയത്ത് പറഞ്ഞത്. അപ്പൊ ചോദിച്ചു ആശയ സമ്പാദന മാതൃക ആരതാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ബ്രൂണറാണ്. അപ്പൊ പിന്നെ കണ്ടെത്തൽ പഠനം ആർക്കുള്ള? അതും ബ്രൂണറാണ്. ഈ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം പെട്ടെന്ന് നമ്മളോട് ചോദിച്ചു. അപ്പൊ നമുക്ക് ഉത്തരം അറിയാവുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ ചോദിച്ചു ഈ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് ഏത് രീതിയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം അതിന്റെ വക്താവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് വൈഗോട്സ്കിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയത്തിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങള്. അപ്പൊ അത് പ്രശ്നപരിഹാരകൻ, കൈത്താങ്ങ് നൽകുക, പിന്നെ സഹരക്ഷിതാവ്, സഹപഠിതാവ്, ഈ കുറച്ച് ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു, പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ. പിന്നെ ചോദിക്കുന്നത് ഇപ്പൊ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു സംശയം ചോദിക്കുന്നു. ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് ആ അധ്യാപികയ്ക്ക് അതിന്റെ ഉത്തരം അറിയില്ല. അപ്പോ
ആ ചോദിച്ച സമയത്ത് അറിയില്ല. അപ്പൊ അത് എങ്ങനെ അതിന് ഉത്തരം എങ്ങനെ കൊടുക്കൂന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് ഞാൻ പറയും എനിക്ക് ഉത്തരം ഇപ്പൊ പറയാൻ അറിയില്ല, നല്ല രീതിയിൽ ടീച്ചർ നോക്കിയിട്ട് അടുത്ത ദിവസം വരുമ്പോ അത് പറഞ്ഞു തരും. ഈ അതുപോലെ ഒരു മറുപടി മറ്റൊരു ചോദ്യം കൂടി അവിടെ കണക്ട് ചെയ്തുണ്ടായിരുന്നല്ലോ, എന്താ തെറ്റ് അധ്യാപികയ്ക്ക് കുട്ടികളുടെ മുന്നിൽ വെച്ച്. അത് ബോർഡിൽ എഴുതുന്ന സമയത്ത് അധ്യാപികയ്ക്ക് ഒരു തെറ്റ് വരുന്നു. അപ്പൊ അത് ഒരു കുട്ടി ചൂണ്ടിക്കാണിക്കുകയാണ് ടീച്ചറിന് തെറ്റിയെന്ന്. അപ്പൊ അത് എങ്ങനെ പ്രതികരിക്കും? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആ കുട്ടി പറഞ്ഞ തെറ്റ് ഞാൻ അംഗീകരിക്കും. കാരണം എന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഒരിക്കലും ആ കുട്ടിയെ ഞാൻ തെറ്റായിട്ടൊന്നും പറയില്ല. എന്റെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തും, ഞാൻ തന്നെ തിരുത്തും എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചത് ഹോബി, പിന്നെ കേരള ഗവർണർ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വിശ്വനാഥ് അർലോർക്കർ എന്ന് പറഞ്ഞു. അപ്പൊ ഉറപ്പാണോ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ സാറോ എനിക്കത് ഉറപ്പാണ് എന്ന് പറഞ്ഞു. പിന്നെ വാക്കുകൾ ഒരു 5-6 വാക്കുകൾ ബോർഡിൽ എഴുതിച്ചു. ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്തു. പിന്നെ വായന ഹോബി വെച്ചതുകൊണ്ട്. പക്ഷെ ഞാൻ പിന്നെ വെച്ചിരുന്ന ഒരു ഹോബിയും എന്നോട് ചോദിച്ചില്ല. ഞാൻ സോപ്പ് നിർമ്മാണം, അഗർബതി നിർമ്മാണം, ചലച്ചിത്ര ഗാന ആസ്വാദനം ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഞാൻ വായന വെക്കുന്നത്. പക്ഷെ ആ വായന മാത്രം എടുത്ത് ചോദിച്ചു. ലാസ്റ്റ് ചോദിച്ചു ലാസ്റ്റ് വായിച്ച 2 കൃതികൾ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒന്ന് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, രണ്ടാമത് ഒരു ബാലസാഹിത്യ കൃതി എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഹാരിയും പോട്ടറും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു ഇത് ആരെഴുതിയതാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യത്തേത് ഡി രാമകൃഷ്ണൻ സാർ, പിന്നെ എഴുതിയത് ഉണ്ണി അമ്മയമ്പലം എന്നൊരു കഥാകാരനാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ ടി ഡി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ഒരു കൃതിയും കൂടി പറയാൻ പറഞ്ഞു. പക്ഷെ ഞാനത് നോക്കിയിട്ട് പോയി. പക്ഷെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ പേര് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാറ് തന്നെ അതിനൊരു തുടക്കം പറഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഫ്രാൻസിസ് ഇട്ടിക്കോര. അപ്പൊ ശരി, ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ശരി പൊയ്ക്കോളാൻ പറഞ്ഞു. സന്തോഷമായിട്ടാണ് തിരിച്ചു. അതെ, എല്ലാവർക്കും സന്തോഷം. ഈ കേട്ട ക്വസ്റ്റ്യൻസിൽ ഒന്നുപോലും ഒരെണ്ണം പോലും നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതില്ല. പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞ ചോദ്യങ്ങൾ അല്ലെ. അമൃത ടീച്ചറിനോട് 9ഓളം ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിനെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടും കാണാം. ഞാൻ ചെന്നപ്പോഴും ചില കുട്ടികളെ അങ്ങോട്ട് കയറി ഇറങ്ങുന്നത് കണ്ടു. ഒന്നുകിൽ അവരുടെ കണ്ടന്റ് എത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ടെൻസ്ഡ് ആക്കാതെ ഇറക്കി വിട്ടു, അതല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ആ ഒരു രീതി. എനിക്ക് മനസ്സിലാവുന്നത് സമയം കൂടുതൽ എടുത്താൽ അത്രയും അവർക്ക് കിട്ടുന്നത് കൊണ്ട് അവരൊന്നുകൂടി എടുക്കുന്നു. വളരെ സന്തോഷം. ഒരു ബിൻസീന ടീച്ചറിന് കയറാൻ പറ്റുന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്നു. ഒന്ന് കേറിയതായിരുന്നല്ലോ, ഒന്നും കൂടി നോക്കാൻ പറയടാ. നെറ്റ് 90% ആയെന്ന്, അതുകൊണ്ടാന്ന് തോന്നുന്നു. ഒന്നാമത് കോൺഫിഡൻസ് ലെവൽ ഒരു ഇച്ചിരി, കോൺഫിഡൻസ് ലെവൽ അല്ല, ടെൻഷൻ ഒരു ഇച്ചിരി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെ വന്നുള്ളൂ എന്നുള്ളതാണ്. ഹോബി പോലും അല്ലേ, ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണേ, അവാർഡ് കിട്ടിയ കാര്യവും മുഴുവനായിട്ടൊന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അതെല്ലാം അതുപോലെ ഓരോ കാര്യങ്ങളും ചോദ്യങ്ങളായി വന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നു. നമ്മൾ പോകുന്ന മാർഗം ശരിയാണ് എന്ന് കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം. നമ്മൾ ഇതുവരെയും പോയ കുട്ടികൾക്കും അത് തന്നെയായിരുന്നു അനുഭവം. പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ 2 ദിവസത്തേക്ക് ക്ലാസ്സിന് വന്ന വിഷ്ണു സാർ ഉൾപ്പെടെ, അതുപോലെ മറ്റു ടീച്ചറിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, സോണിമ ടീച്ചർ 2 ദിവസത്തേക്ക് വന്നതാണ്. അവരുൾപ്പെടെ എല്ലാവർക്കും നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റി. അമൃത ടീച്ചർ, അഖില ടീച്ചർ താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിൽ അഖില ടീച്ചറും നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. പിന്നെ ആരാണ് പോയത്? നമ്മുടെ സുദിന ടീച്ചറാണ് ആദ്യം പോകുന്നത്. ലിമി ടീച്ചർ, എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തു എന്നുള്ളത്. ലിമി ടീച്ചറും പറഞ്ഞത് തലേന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നും ചോദിച്ചില്ല. അപ്പൊ അത് നമ്മുടെ എല്ലാവരുടെ കൂട്ടായ വിജയമാണ്. നമ്മുടെ കോൺഫിഡൻസ് ആണ്, നമ്മൾ പോകുന്ന മാർഗം ശരിയാണ് എന്നുള്ളതിന്റെ തെളിവാണത്. അതൊരിക്കലും എന്റെ നേട്ടമോ ടീച്ചിങ് ആസ്പിരൻസിന്റെ മാത്രം, അനുജാസ് ടീച്ചിങ് ആസ്പിരൻസ് എന്ന് പറയുന്ന ഒരു പിന്നെ തുടക്കത്തിന്റെ നേട്ടമോ അല്ല, നമ്മുടെ കൂട്ടായ്മയുടെ നേട്ടമാണ് എന്നാണ് ഞാൻ കാണുന്നത്. അത്
എല്ലാവരുടെയും ആശയങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് വിൻസിൻ ടീച്ചറിനെ ഉദ്ദേശിച്ചാണ് സത്യത്തിൽ ക്ലാസ് വെച്ചത്. ടീച്ചറിന്റെ ബയോഡേറ്റ അനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. അപ്പൊ ടീച്ചർ കയറിയിട്ടില്ല. അമൃത ടീച്ചറെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചറെ ഈ DD അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോ, എന്തോ ചോദിച്ചത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരോ? DD ആരാന്നാ ടീച്ചറെ ചോദിച്ചേ? അതായത് പിന്നെ DD ജില്ലാതലത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആര്? ജില്ലാതലത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ കൺട്രോൾ ചെയ്യുന്ന ആര്? ആ ഒരു തരത്തിലാണ് എന്നോടും ചോദിച്ച ചോദ്യമാണത്. ജില്ലാതലത്തിലെ DDE. ഓക്കെ, മറ്റേ DD ചോദ്യം വരുന്നത് ഏത് രീതിയിലായിരിക്കും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ? എന്ത് ടീച്ചറെ? DO വരുന്നത് എങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും അപ്പൊ ഡിയോയുടെ ഉത്തരം വരുന്നത്? റവന്യൂ ജില്ലയുടെ പിന്നെ റവന്യൂ ജില്ലയുടെ തലവൻ, അങ്ങനെ. AO ഏരിയ, അത് ഒരു AOയുടെ അണ്ടറിൽ കുറച്ച് ഏരിയയും ആ ഏരിയയിലെ സ്കൂളുകളുമാണ്. അപ്പൊ അങ്ങനെ അതാ നമ്മൾ എന്താണ് എക്സ്പാൻഷൻ നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ എന്നുള്ള രീതിയിൽ പറയുന്നത് റവന്യൂ ജില്ലകളാണ് കേട്ടോ. ടീച്ചറെ കൊല്ലത്ത് ആരാണ് ടീച്ചറെ? ഷൈനി വി ആണോ? അല്ല അല്ല, ലാൽ എന്നൊരു അല്ല, അത് DO ആണോ ചോദിച്ചത്? DO നമ്മുടേത് എവിടെയാണോ, നമ്മുടെ സ്കൂള് ഏത് വിദ്യാഭ്യാസ ഉപജില്ലയാണോ അതാ നോക്കേണ്ടത്. നമ്മൾ ഇവിടെ പുനലൂരാണ്. അങ്ങനെ അത് അവനവൻ്റെത് കണ്ടെത്തണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനൊരു ശ്രീജ ഗോപിനാഥ് പുനലൂര്. ഓക്കെ, ഇന്നിപ്പം ടീച്ചർ വരുന്നില്ലല്ലോ. ടീച്ചർ ജോയിൻ ആയല്ലോ ഇപ്പൊ. ടീച്ചർ ജോയിൻ കാണിക്കുന്നു ഇപ്പം. പെട്ടെന്ന് ഇപ്പൊ കാണിച്ചായിരുന്നു, വീണ്ടും പോയെന്ന് തോന്നുന്നു. ലെഫ്റ്റ് ആയി പോയി ടീച്ചർ. ഓക്കെ, അമൃത ടീച്ചറെ വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇവരോട്? നിർദ്ദേശമായിട്ടൊന്നും അത്രയ്ക്കൊന്നും പറയാറൊന്നും ആയില്ല. എന്നാലും ഞാൻ ചെയ്തൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോഴായാലും എവിടെ നിൽക്കുമ്പോഴായാലും നമുക്കത് തനിയെ സംസാരിക്കാം. ആ ഉത്തരം നമ്മൾ തന്നെ ചോദിക്കുന്നു, നമ്മൾ തന്നെ ഉത്തരം പറയുന്നു. എന്റെ ഒരു രീതി ഞാൻ അങ്ങനെ ചെയ്തത്, കൂടുതലും അങ്ങനെ ആയിരുന്നു. അപ്പൊ നമുക്ക് കുറെ കൂടെ ആ ഒരു തടയല് വരത്തില്ല, കുറെ കൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ അത്യാവശ്യം നോക്കി. പിന്നെ എന്നോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സോഴ്സുകൾ നോക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ പാഠപുസ്തകങ്ങളും നമ്മുടെ DLEDന്റെ ടെക്സ്റ്റ് ബുക്കും മാത്രമേ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് നോക്കിയുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ അതിലൂടെ അല്ലേ നമ്മൾ കൂടുതലും പോയിട്ടുള്ളൂ. കൂടുതലും പാഠപുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടും ഹാൻഡ് ബുക്കും അതൊക്കെ അല്ലേ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചത് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം പഠിപ്പിക്കാൻ ഏതാണെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ സോറി ഇവിടെ സോറി. ഞാൻ ബിൻസിൻ ടീച്ചറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പൊ നിങ്ങക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, ബാക്കിയുള്ളവരോട് പിന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇന്നലെ, ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. 3 C's എന്താണ് എന്ന് ചോദിച്ചായിരുന്നു. 3 C's കേട്ടിട്ടുണ്ടോ? ഹലോ, കേൾക്കാമോ? ഞാൻ ഇവരോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾക്ക് വിൻസിൻ ടീച്ചറിന്റെ സൗണ്ട് കേൾക്കുവോ? നന്നായി കേൾക്കുവോ? അപ്പൊ കേൾക്കാം. അപ്പൊ ടീച്ചർ ഇങ്ങനെ വന്നാ മതി. ഞാനൊന്ന് നോക്കട്ടെ ടീച്ചറെ, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, ടീച്ചറിനോട് ചോദിക്കാനുള്ളത്. ഇന്നലെ മറ്റൊരു ജില്ലയിൽ എവിടെയോ ചോദിച്ചതാണ്. എവിടെ, ആലപ്പുഴയാണെന്ന് തോന്നുന്നു. നമ്മുടെ ജെസ്സി പോയെടുത്ത് അവളുടെ ഫ്രണ്ടിനോട് അങ്ങാണ്ട് ചോദിച്ചതാണ് 3 C's എന്താണെന്ന്. 3 C's വിൻസിൻ ടീച്ചറെ അറിയോ?
ഇല്ല. ഇതിനകത്ത് അറിയുന്നവര് സഹീറ ടീച്ചറെ പറഞ്ഞോ. എനിക്കറിയില്ല മിസ്സേ, ഞാൻ ആദ്യത്തെ വിളിച്ചു. കൊളാബറേഷൻ, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ, എന്നാ മ്യൂട്ട് ക്രിയേറ്റീവ് ആൻഡ് ചെയ്തോ. ക്രിട്ടിക്കൽ തിങ്കിങ് മാത്രമുണ്ട് അറിയാവുന്നത്. എന്താ ശ്രീ ടീച്ചറെ? ആലപ്പുഴ ജില്ലയ്ക്ക് ഏത് ടീച്ചറെ ചോദിച്ചേ? അപ്പൊ അതിനകത്തില് ഇട്ടിട്ടുണ്ടായിരുന്നു കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, 3 C's. അതെ അതെ അത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ എന്താണെന്ന് വിശദീകരിച്ച് അതിൽ നിന്ന് തന്നെ എടുക്കാനേ അറിയത്തുള്ളൂ. ഓക്കെ, 3 C's എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് 4 C's ആണ്. 4 C'സില് പിന്നെ അതിനെ തന്നെയാണ് അദ്ദേഹം 3 C's എന്ന് പറയാൻ സാധ്യത കേട്ടോ. അതായത് ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. അതിനകത്ത് ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാക്കുമ്പോൾ 3 C's ആയി മാറും. ഓക്കെ അല്ലേ? ഇനി അത് എന്താണെന്ന് എന്താ അറിയാത്തത്? അറിയാം, എല്ലാം അറിയാം, ഓരോന്നും അറിയാം. എന്താണ് ക്രിയേറ്റീവ് തിങ്കിങ്? സർഗാത്മക ചിന്തനം. പറഞ്ഞോ സർഗാത്മക ചിന്ത. മിൻസിനെ ടീച്ചറെ പറഞ്ഞോ. കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു രീതിയാണ് സർഗാത്മക ചിന്തനം എന്ന് പറയുന്നത്. അത് കഥയിലൂടെ ആവാം, അല്ലെങ്കിൽ കവിതയിലൂടെ ആവാം, വരയിലൂടെ ആവാം, നിറം കൊടുക്കുന്നതിലൂടെ ആവാം. എല്ലാ രീതിയിലും കുട്ടികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്ന രീതി. കുട്ടികളുടെ ഉള്ളിലെ തനതായ കഴിവുകളെ പുറത്തേക്ക് എത്തിക്കുന്നതാണ് സർഗാത്മക ചിന്ത. അപ്പൊ സർഗാത്മകത എന്ന് പറയുമ്പോ എങ്ങനെയാണ്? എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അല്ലെ, വ്യത്യസ്തത ആയിരിക്കും. അപ്പൊ വ്യത്യസ്തതരമായ കുട്ടികളുടെ ഉള്ളിലുള്ള വ്യത്യസ്തമായ ആശയങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. അപ്പൊ അതാണ് സർഗാത്മകത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് അതിനെ എന്താണ് ക്രിയേറ്റീവ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താ? വിമർശനാത്മക ചിന്ത. ഏത് കാര്യം എടുത്താലും അതിനെ വിമർശനത്തോടുകൂടി, അല്ലെങ്കിൽ അതിന്റെ എതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് ഉള്ള ചിന്ത. എന്താ പറയുന്നേ? അങ്ങനെയാണ്, യുക്തിപൂർവം വിശകലനം ചെയ്ത് പറയാനുള്ള കഴിവ്. അല്ല, ശാസ്ത്രീയ അറിവുകളുടെ അടിസ്ഥാനത്തില് അതിനെ കുറിച്ച് വിശകലനം ചെയ്യുന്നു, ശരിയാണോ തെറ്റാണോ എന്നത്. യുക്തിപൂർവമായും ശാസ്ത്രീയമായും അല്ലെ, ഏതൊരു വിഷയത്തെയും യുക്തിപൂർവമായും ശാസ്ത്രീയമായും വിശകലനം ചെയ്ത് അതിന്റെ ശരി തെറ്റുകൾ പറയുന്നതാണ് വിമർശനാത്മക ചിന്ത എന്ന് പറഞ്ഞൂടെ? നമ്മൾ ഇതൊന്നും നിർവചനം കാണാതെ പഠിക്കണ്ട. നമ്മുടെ ഉള്ളിൽ ആശയമുണ്ട്. ഞാനും ഇത് കാണാതെ പഠിച്ച് പറയല്ല, നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകളിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്നത്. 3 C's എന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ പറയാൻ പറ്റണം എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത C കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ്? ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ്. കുട്ടിയുടെ ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ്. അവരുടെ ആശയം എങ്ങനെ പ്രകടിപ്പിക്കണമോ അതേ രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കഴിവ്. അപ്പൊ നമുക്ക് അതിനെ ഈ ആദ്യത്തെ 2 കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തും കൂടെ ഒന്ന് പറഞ്ഞൂടെ? സർഗാത്മകമായും വിമർശനാത്മകമായും ചിന്തിക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ആ ആശയങ്ങളെ പ്രകടമാക്കുക എന്നുള്ളതാണ്. കുട്ടിയുടെ സർഗാത്മകതയും അവന്റെ വിമർശനാത്മക ചിന്തയെയും അവന്റേതായ ഭാഷയിൽ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം അല്ലെ? അപ്പൊ അതിനുള്ള ശേഷിയാണ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്റെ ഉള്ളിലുള്ള ആശയങ്ങളെ വ്യക്തമായി മറ്റുള്ളവർക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ അവന്റെ സർഗാത്മകവും വിമർശനാത്മകവും ആയ ചിന്തയും അവന്റെ കാഴ്ചപ്പാടും ഒക്കെ അവന്റെ സമൂഹത്തിനോട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ? അതാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആശയവിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സഹവർത്തിത്വം. സഹവർത്തിത്വം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരോടും നമ്മുടെ പ്രോജക്റ്റ് രീതി എന്ന് വേണമെങ്കിൽ പറയണ്ടേ? നമുക്ക് ഇങ്ങനെ പറയാം, അത് ടെൻഷൻ ആവാതെ പറയാം. അതായത് നമ്മളിപ്പോ ആശയവിനിമയം ചെയ്തല്ലോ, കമ്മ്യൂണിക്കേഷൻ ചെയ്തു, തന്റെ ആശയങ്ങളെ അവൻ എന്ത് ചെയ്തു? വിനിമയം ചെയ്തു. അപ്പൊ ആശയവിനിമയം ചെയ്യുന്നത് സമൂഹത്തിനോട് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിനോടാണ്. ഇങ്ങനെ ആശയവിനിമയം ചെയ്യുമ്പോൾ അവിടെ സംവാദം നടക്കും,
ചർച്ചകൾ നടക്കും അല്ലെ, ഗവേഷണം നടക്കും. അതായത് അവന്റെ ആശയവുമായി പൊരുത്തപ്പെടാത്ത ഒരാശയം വരുന്നു, തീർച്ചയായിട്ടും അതുണ്ടാകും അല്ലേ. ആളുകൾ വ്യത്യസ്തരാണ്, കാഴ്ചപ്പാടും വ്യത്യസ്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകളും സംവാദങ്ങളും ആശയവിനിമയവും ഒക്കെ നടക്കുന്നതിനെ നമുക്ക് സഹവർത്തിത്വം എന്ന് പറഞ്ഞൂടെ. അവരവർ അവരവരുടെ ജോലികൾ ചെയ്ത് അവരവരുടേതായ പോയിന്റുകൾ അവതരിപ്പിക്കുകയല്ലേ. അപ്പൊ അവിടെ ഇതൊക്കെ നടക്കും. എന്താണ്, കൊളാബറേഷൻ നടക്കും, പരസ്പരം ആശയങ്ങൾ കൈമാറും, പരസ്പരം സഹായിക്കും, പിന്നെ ഉത്തരവാദിത്തങ്ങൾ അവർ വിഭജിക്കും, അവരതിന്റെ ലീഡ് ചെയ്യും. അതിനെ ഏറ്റവും ഒടുവിൽ അവ എല്ലാം കൂടെ ക്രോഡീകരിച്ചായിരിക്കും അവരിലേക്ക് പൂർണ്ണമായ രീതിയിലേക്ക് ആശയം എത്തുക അല്ലെ. ഇതിലൂടെ സഹകരണ പഠനവും സമസംഘ പഠനവും നടക്കുന്നു. അതെ അതെ, ഈ സഹവർത്തിത്വം വന്നാൽ അവിടെ സഹകരണാത്മക പഠനവും സംഘപഠനവും എല്ലാം വരും കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് നേരിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോ 3 C's അല്ല, അഥവാ 4 C's എന്ന് ചോദിച്ചാലും നമ്മൾ പറയണം. 3 C's ആണെങ്കിൽ ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് ചേർത്ത് പറയുക. അതല്ല 4 C's എന്നാണെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെയോ കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ സോർട്ട് നോക്കിയായിരുന്നോ? ഇന്നത്തെ വീഡിയോ കണ്ടോ ടീച്ചറെ? ഇന്നത്തെ വീഡിയോ കണ്ടില്ല. കാണണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സഹീറ ടീച്ചറെ എന്താണ് സോർട്ട് കണ്ടോ? ഇന്നത്തെ വീഡിയോ കാണാതെ എല്ലാം അവിടെ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നത്. വൈകിട്ടായിട്ടെങ്കിലും സമയം ഉണ്ടായിരുന്നു, ജോലിയുടെ ഇടയ്ക്ക് കണ്ടാ മതി. കണ്ടോ? ഒരാള് പറഞ്ഞേ. പക്ഷെ ഞാനത് കണ്ടില്ല. എനിക്കത് കിട്ടിയത് വേറൊരു ഗ്രൂപ്പിൽ നിന്ന് എനിക്കത് കിട്ടി. ഈ സോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോ വേറെ ആരും അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കുന്നു. ഈ വീഡിയോയിൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാനത് എന്തോന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയപ്പോ ടീച്ചർ പറഞ്ഞു. അയ്യോ ഞാൻ കണ്ടില്ല. ഞാൻ ടീച്ചറാണെന്ന് കണ്ടപ്പോ കാണാമല്ലോ. അപ്പൊ ആരും കണ്ടില്ല അല്ലെ? എന്റെ പിള്ളേർ ആരും കണ്ടില്ല എന്നാ ഞാൻ പറയത്തില്ല. അറിയുന്ന മാത്രം ഹലോ, അറിയുന്നത് മാത്രം പറഞ്ഞോ. സോർട്ട് 2 രീതിയിൽ ഇപ്പൊ നമുക്ക് പറയാം. ഒന്ന്, നമ്മൾ താരതമ്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സോർട്ടിംഗ് എന്ന് പറയുന്നത് തരംതിരിച്ച് ഇപ്പൊ നമ്മൾ ലാംഗ്വേജ് ഗെയിംസിലാണെങ്കിലും ഇപ്പൊ നമ്മളൊരു ആശയം കൊടുത്തു, ഇപ്പം ആനിമൽസ് എന്ന് പറഞ്ഞ ആശയം കൊടുത്തിട്ട് കുട്ടികളോട് അതുമായി ബന്ധപ്പെട്ട വേർഡ്സ് സോർട്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അതൊരു രീതിയാണ് സോർട്ടിംഗ്. പിന്നെ ടീച്ചർ എഡ്യൂക്കേഷന്റെ ഒരു സോർട്ടിംഗ് ഉണ്ട്, അതായത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട്. അതില് എസ് എന്ന് പറയുന്നത് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് മെത്തേഡ്സ്. ആദ്യത്തെ എസ്. ഒ എന്ന് പറയുന്നത് ഓർഗനൈസിങ് ലേണിംഗ് എക്സ്പീരിയൻസ്. പിന്നെ ആർ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ. ടി എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് സ്ട്രാറ്റജീസ് ഫോർ ബെറ്റർ ഔട്ട്കംസ്. ചോദിച്ചാ പറയുമല്ലോ ഓരോന്നും. സന്തോഷം ഒരാളെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞല്ലോ. അൻഷ ടീച്ചറിന് ഇടിയുണ്ട്, ഇടി. എനിക്ക് അറിയാം, പക്ഷെ ഞാൻ അടുക്കളയിൽ നിന്ന് കേട്ടോണ്ട് നോട്ട്സ് ഇല്ല, എല്ലാം എന്റെ മൈൻഡിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നോട്ട്സ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉണ്ടായാ മതി. ഓക്കെ, ഇനി വിൻസെന്റ് ടീച്ചറെ പോയോ? ഇല്ല ഉണ്ട്. എന്ത് പറ്റി സൈലന്റ് ആവുന്നേ? ഇല്ല, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണോ വിൻസെന്റ് ടീച്ചറിന്റെ? ഞാൻ സംസാരിക്കുന്നത് മൈക്കില് ആയതുകൊണ്ട് അവർക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുമായിരിക്കും. എനിക്ക് സംശയമാണ്, ഞാൻ ഫോൺ ലൗഡ് സ്പീക്കർ ആക്കിയോണ്ടേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ടീച്ചറെ ആ സ്കൂൾ എക്സ്പീരിയൻസ് ചെയ്തപ്പം അവിടെ സൈഡിൽ വർഷം കൂടെ ഒന്ന് സൂചിപ്പിക്കണേ. എത്ര നാള് വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാന്ന് പറയാൻ പറ്റാം. ഓക്കെ. ടീച്ചറിന്റെ ഹോബി കണ്ടത് ഹൃദയവേദിയാണോ എന്നിലൂടെയാണോ എഴുതിയേ? ഹൃദയാംശമാണോ? ഓക്കെ, താങ്ക് യു.
അപ്പൊ ഹൃദയാംശം എന്ന ജേണൽ എന്ന് കണ്ടു. എന്താണ് ടീച്ചറെ അത് ഒന്ന് വിശദമാക്കാമോ? ഹൃദയാംശം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ജേണലിന് കൊടുത്തേക്കുന്ന പേരാണ് ഹൃദയാംശം എന്നുള്ളത്. എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഹൃദയാംശം എന്ന് പേരിട്ടേക്കുന്നത്. എന്റെ ആ ജേണൽ ബുക്ക് ഞാൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. തയ്യാറാക്കുന്ന രീതി എന്ന് ചോദിച്ചാൽ ഒരു പഴമ തോന്നിക്കാനും എനിക്ക് അതിനോട് ഒരു ഇഷ്ടം ഞാൻ തയ്യാറാക്കി എടുക്കുന്നു എന്നുള്ള ഒരു ഇഷ്ടം തോന്നാനും വേണ്ടി കോഫി പൗഡറോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ടിന്റെ കളറോ ഒക്കെ വെള്ളത്തിൽ ചാലിച്ച് ഞാൻ പേപ്പറിനെ മുക്കി അത് വെയിലത്ത് വെച്ച് ഉണക്കി ഞാൻ തന്നെ അതിനെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുറം ചട്ടയും ആകർഷകമായ തുണിയൊക്കെ വെച്ച് അതിനെ തയ്ച്ചെടുക്കുമ്പോൾ അതിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് തോന്നുന്നത്. ഞാൻ അതിനകത്ത് എഴുതുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളും ആശയങ്ങളും എന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എനിക്ക് മനസ്സിന് സന്തോഷം നൽകുന്നത് അതെല്ലാം ഞാൻ എന്റെ ജേണൽ ബുക്കിൽ എഴുതാറുണ്ട്. ടീച്ചർ പറഞ്ഞു ടീച്ചറിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നതെന്ന്. അപ്പൊ സങ്കടങ്ങൾ വേണ്ടെന്നാണോ? സങ്കടങ്ങൾ ഞാൻ പൊതുവെ ഒഴിവാക്കാറാണ് പതിവ്. കാരണം പിന്നെ അത് പുനർചിന്തനം നടത്തുമ്പോൾ പിന്നും എനിക്ക് അത് വേദനയായിട്ട് എന്റെ മനസ്സിൽ തങ്ങുന്നത് കൊണ്ട് ഞാൻ വലിയ സങ്കടങ്ങൾ ഒഴിവാക്കി ചെറിയ ലളിതമാക്കി അങ്ങ് പോകാറുണ്ട്. വെരി ഗുഡ്. അങ്ങനെ തന്നെ പറയണം. സങ്കടങ്ങൾ ഞാൻ എഴുതി വെക്കാറില്ല. കാരണം സങ്കടങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കും. അത് വേണ്ട. എപ്പോഴും പോസിറ്റീവായി ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. സങ്കടങ്ങൾ മറക്കുക എന്നതാണല്ലോ മനുഷ്യർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സങ്കടങ്ങൾ തന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവയോട് ക്ഷമിക്കാൻ അല്ലെങ്കിൽ അത് പൊറുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന രീതിയിലേക്ക് പറയുക. ടീച്ചർ ഈ ഹൃദയാംശം എന്ന വാക്ക് പറയുമ്പോഴേ ഹൃദയത്തിന്റെ ഒരു അംശമാണ് എന്നുള്ള രീതിയിൽ തന്നെ പറയണേ പേര് കേട്ടോ. എന്റെ ഞാൻ ആ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതിനുള്ള അർത്ഥം കൊടുത്തത്. എന്നിട്ട് ഞാൻ തയ്യാറാക്കുമ്പോ എനിക്ക് അതിനൊരു ഇഷ്ടം തോന്നുന്നു ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് മനസ്സിലായി. അപ്പൊ നമ്മള് ഹൃദയാംശം എന്ന പേര് ഹൃദയത്തോട് ചേർന്നതെന്നോ അങ്ങനെ എന്താണ് ആ ഒരു രീതിയിലല്ലല്ലോ. ഹൃദയത്തിന്റെ അംശം എന്ന് പറയുമ്പോൾ എന്റെ ചിന്തകൾ എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണെന്ന് തന്നെയുള്ള രീതിയിൽ സ്പെസിഫിക് ആയിട്ട് പറയുക. ഓക്കെ ടീച്ചർ, ഈ ജേണൽ റൈറ്റിംഗ് ഒക്കെ ഇപ്പോഴാണ് ഇങ്ങനെ പോപ്പുലർ ആയിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് ഡയറി എഴുതുമായിരുന്നു. ഈ ഡയറിയും ജേണലും തമ്മില് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? തീർച്ചയായും വ്യത്യാസമുണ്ട്. ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളാണ് എഴുതുന്നത്. ഈ ജേണലിൽ എഴുതുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അന്നുള്ള കാര്യമല്ല എഴുതുന്നത്. നമുക്ക് സന്തോഷം നൽകുന്ന ഏതൊരു കാര്യവും ഏത് സമയത്തും എഴുതാം. അതിന് പ്രത്യേകം ഒരു കണക്കില്ല. നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതൊരു കാര്യവും ഏത് സമയത്തും എഴുതാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഈ ജേണൽ എന്ന് പറയുന്നത്. അതാണ് ഡയറിയിൽ നിന്നുള്ള വ്യത്യാസം. ഓക്കെ ടീച്ചറെ, അപ്പൊ ഈ ജേണൽ റൈറ്റിംഗ് പിന്നെ വ്യക്തിത്വത്തിന്റെ നിർമ്മാണത്തിന് അല്ലെ രൂപീകരണത്തിന് സഹായിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയതാണ് ഈ ജേണൽ റൈറ്റിംഗ്. എന്നെ ഒരു ആസൂത്രണം, ഏറ്റവും വലിയതെന്ന് പറഞ്ഞ ഒരു ആസൂത്രണം എനിക്ക് ഇതിൽ നിന്ന് കൊണ്ടുവന്നു. ജീവിതത്തിൽ ഉടനീളം എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന എല്ലാ കാര്യത്തോടും ഒരു പോസിറ്റീവ് ചിന്താഗതി, ഒരാസൂത്രണം, എന്റെ ജീവിതത്തെ വിശകലനം ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പിന്നെ എനിക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് എന്റെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നു. അതൊക്കെ തന്നെ ചോദിച്ച ചോദ്യം വ്യക്തിത്വ നിർമ്മാണത്തിന് അല്ലെങ്കിൽ രൂപീകരണത്തിന് ജേണൽ സഹായിക്കുന്നുണ്ടോന്നാണ്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് ഉത്തരം പറയണേ. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയണ്ടേ? വ്യക്തിത്വത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. എന്റെ ചിന്താഗതികളെ തന്നെ മാറ്റി എന്നെ ഒരു പോസിറ്റീവ് ചിന്തയിൽ കൊണ്ടുവന്നത് എന്റെ ഈ ജേണൽ റൈറ്റിംഗ് ആണ്. ഓക്കെ ടീച്ചർ, എങ്ങനെയുള്ള കുട്ടികളോടാണ് ഈ ജേണൽ റൈറ്റിംഗ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുക? എങ്ങനെയുള്ള സ്വഭാവക്കാര് അല്ലെങ്കിൽ കുട്ടികളോട് എത്തരത്തിലുള്ള കുട്ടികളോടൊക്കെ ഇത് പറയും ജേണൽ റൈറ്റിംഗ് ഫോളോ ചെയ്യും? എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റുന്നതാണ് ജേണല്.
എല്ലാ കുട്ടികൾക്കും അവരവരുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം എഴുതാൻ പറ്റുന്നതാണ്. ആരെയും ഇതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം എല്ലാവർക്കും ആഗ്രഹങ്ങളും ചിന്താഗതികളും അവരുടെ ആശയങ്ങളും ഉണ്ട്. അതെല്ലാം അവസരമാണ് ഈ ബുക്ക്. ഓക്കെ, നല്ല ഉത്തരം ടീച്ചറെ. എല്ലാ കുട്ടികൾക്കും ചെയ്യാനാകും. അപ്പോ ടീച്ചർ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ജേണൽ റൈറ്റിംഗ് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? 1ാം ക്ലാസ്സിൽ ഇപ്പൊ നിലവിലുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് 1ാം ക്ലാസ്സിൽ സംയുക്ത ഡയറി എഴുതുന്നുണ്ട്. അത് വികസിപ്പിച്ച് നമുക്ക് ജേണൽ റൈറ്റിംഗിലേക്ക് പതുക്കെ കൊണ്ടുപോകാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? മിടുക്കി. അങ്ങനെ തന്നെ മറുപടി പറയുക. കുട്ടികള് സംയുക്ത ഡയറി എഴുതുന്നുണ്ട്. അത് ദൈനംദിനം എഴുതുന്നതാണ്. പിന്നെ ജേണൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടൊക്കെ എഴുതാനുള്ള ശേഷിയാണ്. കുട്ടികൾക്ക് കുട്ടികളുടെ ആശയങ്ങൾ അങ്ങനെ എഴുതാൻ താല്പര്യമുള്ളവരെ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ജേണൽ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചറിന്റെ ഹോബിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലയോ? എന്നാലേ ടീച്ചർ എഴുതിയിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയില് ChatGPT ആണ്. അപ്പം ഞാൻ ഇവർക്കൊരു അവസരം കൊടുക്കട്ടെ. നിങ്ങള് പിന്നെ ടീച്ചറിനോട് ചോദ്യം ചോദിച്ചോളൂ. ടീച്ചറിന്റെ ടെക്നോളജി വൈസ് ആയിട്ടുള്ള ടീച്ചർ എഴുതിയിരിക്കുന്നത് PPT നിർമ്മാണം, പവർ പോയിന്റ് നിർമ്മാണവും ChatGPT ഉപയോഗവുമാണ്. ചോദിക്കട്ടെ ടീച്ചറെ? പറഞ്ഞു, ചോദിച്ചോ ടീച്ചർ. ടീച്ചറെ, ഈ ChatGPT എന്ന് പറഞ്ഞല്ല, ഈ ChatGPT കുട്ടികൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നത്? രണ്ടും ഉണ്ടാകാറുണ്ട്. ഗുണം ചില അവസരങ്ങളിൽ അവർക്കുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു കാര്യം എടുക്കണമെങ്കിൽ നമുക്ക് ChatGPTയോട് ചോദിക്കാം. പക്ഷെ അതുപോലെ തന്നെ ദോഷവും ഉണ്ടാകാറുണ്ട്. കാരണം കുട്ടികളുടെ ചിന്ത കുറച്ച് മുരടിക്കുന്ന ഒരു കാര്യമാണ്. ആലോചിക്കില്ല. ആലോചിക്കാതെ പെട്ടെന്ന് പോയി അതിനോട് ചോദിക്കും. അങ്ങനെ ഗുണവും ഉണ്ട്, ദോഷവും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഗുണത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ ടീച്ചറെ? ഗുണത്തിലേക്ക് എത്തിക്കുന്നത് നല്ല അവസരങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് ഉള്ള സമയം മാത്രം ഉപയോഗിക്കത്തക്ക രീതിയിൽ ചെയ്താൽ നമുക്കിത് ഗുണത്തിലേക്കാക്കാം. ശരിയാവുന്നില്ല അല്ലേ? അത് നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാം. അതായത് കുട്ടികളുടേതായ രീതിയിൽ ആശയങ്ങൾ വിപുലീകരിച്ച് എന്തിപ്പം റൈറ്റിംഗിലേക്കാണ് വരുന്നതെങ്കിൽ അതൊക്കെ ചെയ്ത ശേഷം അധിക വിവരം എന്നുള്ള നിലയിൽ ChatGPTയെ സമീപിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ കുട്ടിയുടെ പ്രവർത്തനം അവിടെ കഴിഞ്ഞു. അവന്റെ കഴിവിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു അല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ ടീച്ചറെ? ഹലോ, എന്റെ നെറ്റ് ലോസായി. ചോദിച്ചോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോ അഞ്ജന ടീച്ചറെ. ടീച്ചറെ, ഈ ChatGPT നമ്മൾ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് വിവരങ്ങൾ കിട്ടുന്നതിനും അതിനൊക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഗൂഗിളും ChatGPTയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കുറെ കാര്യങ്ങൾ വരും. അതിൽ നമ്മൾ പിന്നെ സെലക്ട് ചെയ്തെടുക്കണം. പക്ഷെ ChatGPT എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് അർത്ഥത്തിലാണോ അടിച്ചു കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് നേരിട്ട് തരികയാണ് ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ, വിവരങ്ങൾ കിട്ടും എന്നതാണ് ChatGPTയുടെ ഗുണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നിർദ്ദേശം കറക്റ്റ് ആയിരിക്കണം. കൃത്യമായ നിർദ്ദേശം നമ്മൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ ഇംഗ്ലീഷിൽ കുറച്ച് നോളജ് ഉണ്ട്, ഒരുവിധം തെറ്റില്ലാതെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയാൽ അതിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്നും നോക്കില്ല. നമ്മളിപ്പോ തെറ്റടിച്ചാലും ഉത്തരം വരുന്നുണ്ട്. അപ്ഡേറ്റഡ് അല്ല, 2021 വരെ മാത്രമേ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ ഇത് സ്വയം തിരുത്തിക്കൊണ്ട് വരുന്നു. നമ്മൾ ഇപ്പൊ അടിച്ചു കൊടുക്കുമ്പോ അത് നമുക്ക് കുറച്ച് അറിവുകൾ തരുന്നതെന്ന് വെച്ചാല് നമ്മൾ അതിനെ അടിച്ചു കൊടുക്കുന്ന അനുസരിച്ച് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് അറിവുകൾ തരുന്നത്, അല്ലാതെ അപ്ഡേറ്റഡ് അല്ല. പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ കളക്ട് ചെയ്ത് നമ്മളിലേക്ക് ഒരു നോട്ട് പോലെ ആക്കി തരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ടീച്ചറെ, ഈ ഗൂഗിളുമായിട്ട് കമ്പയർ ചെയ്ത് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. കാരണം ഇപ്പം ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് എല്ലാവർക്കും കിട്ടുന്ന ഇൻഫർമേഷൻ ഒന്ന് തന്നെ ആയിരിക്കും. ChatGPTയിൽ പലർക്കും കിട്ടുന്നത് വ്യത്യസ്തങ്ങളായ ഒരു ഉത്തരങ്ങളിലായിരിക്കും കിട്ടും. എല്ലാവർക്കും ഒരേ പോണോ ആയിരിക്കത്തില്ല, പല പല ആശയങ്ങളിൽ കിട്ടും.
സത്യം അത് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു, പക്ഷെ പറഞ്ഞപ്പോ വന്നില്ല. അത് നമ്മള് യുണീക്നെസ് വേണം എന്നുള്ള രീതിയിലേക്ക് പറയുകയാണെങ്കിൽ യുണീക്ക് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതുപോലെ നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങളിൽ എഡിറ്റ് വരുത്തണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് കൊടുത്ത് എഡിറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഈ റൈറ്റേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. കഥകൾ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ ഈ കാണുന്ന എഴുത്തുകളെല്ലാം പുസ്തകങ്ങളെല്ലാം കഥാകാരന്റെ ആശയങ്ങൾ വന്നിട്ട് പിന്നെ എഡിറ്റേഴ്സ് ആണ് അത് എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനാകും. മറ്റുള്ളവർക്ക് ജോലി നഷ്ടം ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ മനുഷ്യര് ചെയ്യുമ്പോൾ കാണുന്ന മനസ്സിന്റെ അത്രയും ഒന്നും ഒരു എഐക്കും കഴിയില്ല. അപ്പൊ എഐ വന്നാല് എഐ സാധ്യത ഈ ChatGPT ഒക്കെ വരുമ്പോ നമ്മുടെ അധ്യാപകരുടെ റോൾ അങ്ങ് പോവില്ലേ ടീച്ചറെ? അധ്യാപകരുടെ റോൾ ഒരിക്കലും പോകില്ല. കാരണം ഇത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റൂ. സ്വയം തിരുത്തലുകൾ വരുത്തുന്നു എന്നത് ശരി തന്നെ, പക്ഷേ മനുഷ്യന്റെ മെമ്മറി പോലെ അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഒരിക്കലും ഇതുപോലുള്ള സാധ്യതയ്ക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുമല്ല ഇവയൊക്കെ ഇമോഷൻലെസ് ആണ് അല്ലെ, ഇമോഷൻസ് ഇല്ല, വികാരങ്ങളില്ല. അപ്പൊ മനുഷ്യ വികാരങ്ങളെ പക്ഷേ ChatGPTയോട് നിരന്തരം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളെ നമ്മുടെ മനസ്സിനെ അവർ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അതിനകത്ത് സാങ്കേതിക വിദ്യ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ളത് വെച്ചിട്ട് നമ്മൾ എത്രയൊക്കെ സ്പഷ്ടമായിട്ട് ചോദിച്ചാലും ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരം നമ്മൾ തൃപ്തരാവുന്ന തരത്തിൽ നമുക്ക് ആൻസേഴ്സ് കിട്ടാറില്ല. അതേസമയം നമ്മൾ ആ എഫേർട്ട് ഒരു മനുഷ്യനോടാണ് എടുക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, അയാൾ നമ്മളെ മനസ്സിലാക്കി കുറച്ചും കൂടി നന്നാക്കി പെരുമാറും. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ ടെമ്പററി മെമ്മറിയിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. ചിലത് നമുക്ക് അല്ലാതെ ലോങ് ലാസ്റ്റിംഗ് മെമ്മറി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഫീഡ് ചെയ്യാനാകും ChatGPTയിൽ. പക്ഷെ പലതും നമ്മൾ അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ഇത് നഷ്ടമാകും. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ തുടർച്ച ഇല്ലാതെയാകും. അപ്പൊ ടീച്ചേഴ്സിന്റെ സ്ഥാനത്ത് ഈ AI സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ AI ടീച്ചേഴ്സിനെ പൂർണ്ണമായി കൊണ്ടുവന്നാൽ കുട്ടികളുടെ മാനസികപരമായിട്ടുള്ള ഡെവലപ്മെന്റിനെ അത് നെഗറ്റീവായിട്ട് കുറെ ബാധിക്കും. കാര്യം അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കണം, അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകണം. നമ്മളിപ്പോ മനസ്സിലാക്കി ചെയ്യാൻ അതിന് കഴിയും. അതുപോലെ ഇപ്പൊ നമ്മള് ChatGPTയോട് ക്യാൻ ഐ കൺസ്യൂം ആൽക്കഹോൾ ടുഡേ എന്നങ്ങാണ് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. അങ്ങനെ പറഞ്ഞുകൂടാ, ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഞാനിവിടെ പിന്നെ ഡിക്ലറേഷൻ വരെ പറയുവാണേ. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ ജേർണലിന് ഞാൻ എന്ത് പേരിടണം എന്ന് ഞാൻ ChatGPTയോട് ചോദിച്ചപ്പോ എനിക്ക് എന്റെ ജേർണൽ എന്താന്ന് അതിനറിയില്ല, ഞാൻ എന്താ എഴുതുന്നതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് വിശദീകരണങ്ങള് നല്ല നല്ല പേരുകൾ തന്നു. അതുണ്ടാവും. പിന്നെ ഇത് പറയട്ടെ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഐ വാണ്ട് ടു സ്മോക്ക് ടുഡേ, പിന്നെ ക്യാൻ ഐ ഡു ഇറ്റ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ഇതെല്ലാം നെഗറ്റീവ്സ് ആണെന്ന് നമുക്കറിയാം, ഇതൊന്നും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണെന്ന് അറിയാം. പക്ഷെ ChatGPT ഓട് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് പിന്നെ പറയുക, ഓ ഇന്ന് ചില്ലാണോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കുക. ചിലപ്പോൾ മാത്രമായിരിക്കും നമ്മളോട് എന്ത് പറയുക, അത് ചെയ്യരുത് എന്നുള്ള, അല്ലെങ്കിൽ അത് ഹെൽത്തിന് ഇതാണ്, അല്ലാതെ നമ്മളെ പൂർണ്ണമായിട്ട് അത് തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് പറയില്ല. ഏതൊരു കാര്യമാണെങ്കിലും അത് ആ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ശരിയായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകില്ല. അപ്പൊ കുട്ടികളെയും അങ്ങനെ ആക്കില്ലേ, ശരിയായ മൂല്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നടക്കില്ല ഇങ്ങനെയുള്ള സാധ്യതകൾ വരുമ്പോ. അത് ഇമോഷൻലെസ് ആണല്ലോ. അങ്ങനെ വൈകാരികമായിട്ട് ചിന്തിക്കുകയോ അതിന്റെ വരുംവരായികളെ കുറിച്ച് കാര്യമായി പറയുകയോ ചെയ്യില്ല. എന്നാൽ നമ്മൾ ഈ ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇൻജൂറിയസ് എന്നങ്ങാണെന്ന് നമ്മൾ ചോദിക്കുന്നെങ്കിൽ അതെ, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്, അത് മെന്റലി പ്രശ്നമാണ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? രണ്ടു വെള്ളത്തിൽ ആലോചിക്കും. ഓക്കെ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ അടുത്ത ചോദ്യം ടീച്ചറെ ചോദിച്ചോട്ടെ, പറഞ്ഞോ ടീച്ചറെ. ChatGPTക്ക് ഉദാഹരണങ്ങൾ പറയാമോ ടീച്ചറെ? ChatGPTക്ക് അല്ല, ചാറ്റ് ബോട്ടുകൾക്ക് ഉദാഹരണം. ChatGPT ഒരു നമ്മളിപ്പോ ഗൂഗിൾ ചാറ്റ് ബോട്ടുകൾക്കുള്ള ഉദാഹരണം ഉദാഹരണങ്ങൾ പറയട്ടെ എന്നാണോ ചോദിച്ചേ?
പറയാൻ ടീച്ചറിനോടാ, ബിൻസിനെ ടീച്ചർ വിൻസി ടീച്ചറെ പറ. വെച്ചിരുന്നു, അപ്പൊ അത് മറന്നുപോയില്ല. ഒന്ന് മെറ്റാ എ ഉണ്ട്, പിന്നെ ജെമിനി, ഒരു ജെമിനി ഉണ്ട്. ജെമിനി ഉണ്ട്, അലക്സ ഉണ്ട്, ചാറ്റ് ബോട്ട് ഉണ്ട്. ഞാൻ കുറച്ച് 3-4 ഓർമ്മ. എന്നോട് ലിസ്റ്റ് ആയിട്ട് പറഞ്ഞു തന്ന ആളാ ഇപ്പൊ തപ്പുന്നത്. സാരമില്ല, നാളെ വന്നോളും കേട്ടോ, കുഴപ്പമില്ല. ടീച്ചറിന് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു, ഇപ്പൊ എനിക്കറിയാം. അതെ അതെ അതെ, ഓർമ്മ വരും, സാരമില്ല. അത് എന്റെ മനസ്സിൽ അതെ അതെ, ഇന്നലത്തെ എന്റെ അതേ അവസ്ഥ. അനുഭവസ്ഥയിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നലത്തെ എന്റെ അതേ അവസ്ഥയാണ്. അമൃത ടീച്ചറെ, പോയി കഴിഞ്ഞ ആ ബോർഡിന്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് പോയി കിട്ടിയില്ലയോ? ഇനി ഞാൻ ഇന്ന് തുടങ്ങി തീർന്നെന്ന്. ഓ കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇന്ന് വിചാരിക്കും സ്വസ്ഥമായിട്ട് ഇറങ്ങണം, ഈ കൊച്ചുങ്ങളെയൊക്കെ നേരെ ഒന്ന് എനിക്കൊന്ന് കാണണം. കേട്ടോ വിൻസി ടീച്ചറെ? ഞാൻ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് കിട്ടുന്നില്ലല്ലോ പക്ഷെ ഞാൻ ഇരുന്ന് അങ്ങ് വരെ ആലോചിച്ചപ്പോ എനിക്ക് നല്ല വ്യക്തമായി ഇതെല്ലാം പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പിന്നും പോയി. സാരമില്ല, എല്ലാം കറക്റ്റ് സമയത്ത് ഓർമ്മ വരും. പിന്നെ ഇപ്പൊ എനിക്ക് ഈ സംസാരിച്ചപ്പോ കുറച്ചൊരു എന്തോ പിന്നെ ഒരു ആത്മവിശ്വാസം. ഇന്ന് കേറുന്നില്ലെന്ന് പറഞ്ഞ ആളാണ്, എന്നിട്ട് നെറ്റ് ചേർത്ത് വെച്ച് കേറണ്ടല്ലേ, വിടില്ല ഞാൻ. ഞാൻ പറഞ്ഞു നമ്മള് സംസാരിച്ചെങ്കിലേ അതെ, അതിന്റെ ഗുണം ഇന്ന് അമൃത ടീച്ചറിന് ഉണ്ടായി. ചിലപ്പോ ആ സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങള് അത് കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായി ടീച്ചർ, അതിന്റെ ഗുണമുണ്ട് ടീച്ചർ. നിങ്ങൾക്ക് ചോദിച്ചപ്പോഴേ ഓർക്കാൻ പറ്റും. ടീച്ചറെ ഇനി ചോദിക്കട്ടെ, നിങ്ങളും കേട്ടോണേ, അതനുസരിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ രൂപീകരിച്ച് ടീച്ചറിനോട് ചോദിക്കണം. ടീച്ചറിന്റെ സോഷ്യൽ ആക്ടിവിറ്റി കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കേട്ടോ, നിങ്ങൾ കേട്ടല്ലോ, അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെച്ചോണേ എന്താ ചോദിക്കേണ്ടതെന്ന്. ടീച്ചറെ, ഈ കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പ് ഒക്കെ എങ്ങനെയാണ് സോഷ്യൽ ആക്ടിവിറ്റിയിൽ പെടുന്നത്? സോഷ്യൽ ആക്ടിവിറ്റിയില് കുടുംബശ്രീ എന്ന് പറയുമ്പോ തന്നെ സമൂഹത്തിലെ നിർധനരായ വനിതകളെ അത് അവരെ ഉന്നമനത്തിൽ എത്തിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് സമൂഹത്തിൽ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലാണ് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കുടുംബശ്രീ തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. അതില് 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള യുവതികളായ അഭ്യസ്ത വിദ്യരായ ആൾക്കാരെ ഉൾപ്പെടുത്തിയാണ് ഈ ഓക്സിലറി ഗ്രൂപ്പില് അംഗങ്ങളാക്കിയിരിക്കുന്നത്. അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് കർഷകർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുക, പിന്നെ അവരുടെ നൈപുണ്യം വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, സംരംഭം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വായ്പകൾ അനുവദിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഓക്സിലറി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്നത്. അപ്പൊ ടീച്ചർ ഈ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായി ഇരുന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നോ? ടീച്ചർ എന്തിലേലും പങ്കെടുക്കുകയോ തൊഴിൽ സാധ്യത ഉണ്ടാവുകയോ? ഞാൻ നേരിട്ട് പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായില്ല. ഞാൻ അത് ഉണ്ടാക്കിയില്ല എന്നാണ് വാസ്തവം. കാരണം എനിക്ക് എന്റെ ആഗ്രഹം ഒരു അധ്യാപികയാകുക, ഒരു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയാകുക എന്നുള്ളതാണ്. ഇത് കൂടുതലും ഇതിൽ വരുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ജോലിയാണ്. ഒന്നും കൂടെ, അപ്പം ഞാൻ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് എന്റെ ശ്രദ്ധ പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ എന്റെ പൂർണ്ണ സമയവും എന്റെ ഈ സ്വപ്നത്തിന് വേണ്ടി ചിലവഴിക്കുകയായിരുന്നു. അതില് യാതൊരു വിധത്തിലും എന്റെ ചിന്തകളെ മറ്റൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാതിരിക്കാൻ ഞാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അതില് പങ്കാളിയാകാതിരുന്നത്. പക്ഷെ വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി ആളുകൾക്ക് കൊടുത്ത് അവർക്ക് അതിന്റെ ഗുണം കിട്ടത്തക്ക രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നു. ഓക്കെ അല്ലേ? അതുപോലെ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് സ്വയം പറയല്ലേ. ഇപ്പൊ എന്നോടായോണ്ടാ, എങ്കിലും ഞാൻ ഓർമ്മിപ്പിച്ചതാ. അതെ, അത് നമ്മൾ ആദ്യത്തെ ശീലമായിരുന്നു. അതിപ്പോ നെർവസ് ആവുമ്പോഴാണ് അത് വരുന്നത്. ടീച്ചറെ, കുട്ടികൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അധ്യാപികയാകുക. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അധ്യാപികയാകാൻ എന്തൊക്കെ വേണ്ടി വരും ടീച്ചറെ? കുട്ടികളോട് സ്നേഹത്തോടും കരുതലോടും അവർ നിൽക്കുകയാണെങ്കിൽ, അവർക്കൊരു കൈത്താങ് കൊടുത്ത് അവർ
അവരിൽ ഒരാളായി എന്ന് അല്ലെങ്കിൽ ഒരു സഹരക്ഷിതാവ് എന്നുള്ള രീതിയിൽ അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ കുട്ടികൾ എന്നും ഓർമ്മിക്കത്തക്ക രീതിയിൽ നമ്മളുടെ പേര് കേൾക്കുമ്പോ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോ ഒരു ചെറു പുഞ്ചിരിയോടെ ഓർക്കത്തക്ക രീതിയിൽ അവരുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, ഞാൻ അവിടെ ആലോചിച്ചത് ഒരു കാര്യം ടീച്ചർ വിട്ടു. എന്താണ് സുഹൃത്ത് എന്ന് കൂടി പറയണേ. ആ കുട്ടികളോടൊപ്പം കളിക്കുന്ന, അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരു സുഹൃത്ത് കൂടിയാകണം, ഒപ്പം സഹരക്ഷിതാവും ആവണം. സുഹൃത്താവുമ്പോ അവര് കുറച്ചുകൂടി നമ്മളോട് അടുപ്പം കാണിക്കും, ഉള്ളതുപോലെ പറയും. സഹരക്ഷിതാവുമ്പോ അവിടെ രക്ഷിതാവിന്റെ ഒരു സ്ഥാനവും ബഹുമാനവും നമ്മളോട് കാണിക്കുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലാണ് പെരുമാറേണ്ടത്. അത് പറഞ്ഞപ്പോ ഞാൻ എന്റെ പിള്ളേരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പേര് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് വിളിക്കാന്നൊക്കെ. അപ്പൊ എന്നെ അജയമ്മ എന്നായിരുന്നു വിളിക്കുന്നത്. അയ്യടാ, റെക്കോർഡാ. അപ്പം എന്നെ പിള്ളേർ അജയമ്മ എന്നായിരുന്നു വിളിക്കുന്നത് കുറെ പേര്. പിന്നെ അമ്മ എന്ന് വിളിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഹൈസ്കൂളിലാണ് കേട്ടോ. പിന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേരിട്ട് വിളിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല, വലിയ പ്ലാറ്റ്ഫോം ഒക്കെ ആവുന്നു, അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പം അങ്ങനെ അല്ല വേറെയാ. അങ്ങനെ ഓരോന്ന് അവരുടെ ഇഷ്ടം. പക്ഷെ അവരാരും മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അങ്ങനൊന്നുമല്ല. അവർക്കൊരു കുറുമ്പ്, ഞാനത് ആസ്വദിക്കുന്നു ആ ഒരു രീതിയിൽ. അപ്പോ നമ്മൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മധുസാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, പറയുന്ന കാര്യം ഞാനത് സാറിനോടും പറഞ്ഞു. അത് മനസ്സിൽ വെച്ചാണ് ഞാൻ ഈ ഹൈസ്കൂളിലെ കുട്ടികളോട് പെരുമാറിയത്. സാറ് പറയും, ഈ വലിയ ആൺകുട്ടികളൊക്കെയാണ് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമല്ലോ, നമ്മൾ DLED എടുക്കുന്ന അധ്യാപകനല്ലേ. അപ്പം സാറിങ്ങനെ ക്ലാസ്സുകൾക്ക് കയറുമ്പോൾ ആ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ മുടികൾക്കിടയിലൂടെ വിരൽ ഓടിക്കും. അപ്പൊ കുട്ടികൾക്കൊരു നാണോ ഒരു ഷൈനെസ്, അവര് ഇത് കുറെ നാളായില്ലേ അനുഭവിച്ചിട്ട്, ഇങ്ങനെ ഒരു തഴുകലും തലോടലും ഒക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെയും കിട്ടും, എങ്കിലും അധ്യാപകരുടെ ഇടയിൽ നിന്നൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങള് ഒരുപാട് വർഷമായി കാണും അല്ലെ. അവരെ നമ്മൾ ആൺകുട്ടികൾ എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറ്റത്തില്ലേ. അപ്പൊ അത് സാറിങ്ങനെ പറയായിരുന്നു. അപ്പൊ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. പിന്നെ അവർക്ക് പിന്നെ അശ്രദ്ധമായിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പിന്നെ ഭയങ്കര ശ്രദ്ധയാണ്. എന്റെ സാറാണ്, സാറിന് എന്നോട് സ്നേഹമാണ്, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയില് എന്ത് ചെയ്യും, അവര് നന്നായിട്ട് അറ്റൻഷൻ ആയിട്ട് ഇരിക്കും. എന്റെ ക്ലാസ്സിലും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ആദ്യം വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൽ ചില കുഞ്ഞുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവര് ദ്വയാർത്ഥത്തിലൊക്കെ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കാം, അവരുടെ സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ചില കമന്റുകൾ വരുന്ന പോലെ ഒരു അനുഭവം അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയായിട്ടാണ്. അപ്പൊ അമ്മയുടെ മുഖത്ത് നോക്കി എന്തൊക്കെ നിങ്ങൾ പറയുന്നു, അമ്മയെ ഏത് കണ്ണിൽ കാണുന്നോ ആ കണ്ണിൽ എന്നെ കാണാം. അപ്പൊ നിങ്ങളുടെ പെരുമാറ്റം സൂചിപ്പിക്കുന്നത് നിങ്ങൾ അമ്മയെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രായമല്ല അമ്മയാകാനുള്ള പ്രായം എനിക്കുണ്ടോ ഇല്ലയോ എന്നല്ല, ഞാൻ ആ സ്ഥാനത്താണ്. ഞാൻ മാത്രമല്ല എല്ലാ അധ്യാപികമാരും. പക്ഷെ അതിനുശേഷം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടേ ഇല്ല. അവരെ നമ്മൾ അടുത്ത് പെരുമാറുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങള് നമ്മളെ അത്രയും സ്നേഹിക്കും. നമ്മളെ ആരും ഒന്നും പറയാൻ അവര് സമ്മതിക്കില്ല, പിന്നെ ഇവിടെ കൂടെ നിൽക്കും. അപ്പൊ അതുപോലെ ആകണം, അതായത് സുഹൃത്തുക്കളാകണം. എന്നെ പോലെയല്ല, എന്നേക്കാൾ മികച്ചത്. ഞാൻ ബെസ്റ്റ് ആണെന്നല്ല പറയുന്നത്, എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നല്ലേ പറയാൻ കഴിയൂ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഇത് പറഞ്ഞപ്പോഴാണ് ഈ കുട്ടികൾ എന്നും ഓർക്കുന്ന അധ്യാപകരാകുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ആ സോർട്ടൊക്കെ ചോദിച്ചത് കേട്ടോ. അപ്പൊ അത് എന്ന് വെച്ചാല് നമ്മള് നല്ല പഠന പ്രവർത്തനങ്ങൾ കൊടുക്കുക എന്നുള്ള കാര്യം ആ ടീച്ചർ അപ്പൊ എടുത്തു പറഞ്ഞു. ടീച്ചറിനോട് ചോദിച്ചത് പിന്നെ ടീച്ചർ എഴുതിയിരുന്ന അംബീഷനും കുട്ടികൾ എന്നും ഓർക്കുന്ന അധ്യാപികയാകുക എന്നുള്ളതാണ്. അപ്പൊ സാർ ഇന്റർവ്യൂവർ ഒന്നുകൂടെ ചോദിച്ചു, എന്നും ഓർക്കുന്ന അധ്യാപികയാകാനായിട്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ കുട്ടികളുടെ വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, കൊടുക്കുന്ന പഠന പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിരിക്കണം, അവരുടെ ഉള്ളിലേക്ക് അവര് ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള വ്യത്യസ്തതരമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളും ഒക്കെ അവരിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് സംസാരിച്ചപ്പോഴാണ് ഇതൊക്കെയാണല്ലോ ടീച്ചറിന്റെ താല്പര്യം, അപ്പൊ എന്താണ് സോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചത്. അപ്പൊ സോർട്ടിനെ രണ്ട് രീതിയിൽ ഞാനിപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആ ക്ലാസ് കാണുക, അത് മനസ്സിലാക്കി വെച്ച ശേഷം സംസാരിക്കുക. അപ്പൊ വ്യത്യസ്തമായിട്ട് പഠന പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞതാണ്, അതായത് സെലക്ട്, ഓർഗനൈസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ടേമായി ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത്
മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, വിൻസെന്റ് ടീച്ചർ കേട്ടോ? പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ ഒന്നും ഹോബി, ഒരൊറ്റ ഹോബിയിൽ നിൽക്കുന്നതുകൊണ്ട് അത്രയും ചോദ്യമൊക്കെ വരാനും സാധ്യതയുള്ളൂ കേട്ടോ. ഓക്സിലറി ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ പറയും. പിന്നെ നമുക്കൊരു ഇച്ചിരി ചോദ്യം വരാൻ സാധ്യത സ്പൗസിന്റെ കാര്യത്തിൽ നിന്നാണ്. ജുഡീഷ്യൽ ഓഫീസർ നമ്മൾ മാറ്റിയല്ലോ അല്ലെ? എന്താണ് എഴുതിയത് കൃത്യമായിട്ട്? സിവിൽ ജഡ്ജ് എന്ന് തന്നെ എഴുതി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാനൊരു സാധ്യതയുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ യാതൊരു ബന്ധമില്ലെന്ന്. അല്ല, ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. കാര്യം നിങ്ങൾ തമ്മിലുള്ള നല്ല ബോണ്ടിങ് ആയതുകൊണ്ടും ഒരുവിധം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടും ഏകദേശം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അതെ ഔദ്യോഗിക ജീവിതത്തെ കുറിച്ച് പറയാൻ ടീച്ചറിന് കഴിയും. അതുകൊണ്ടാണ് ഞാനും പിന്നെ ആ മേഖലയിൽ ഒരുപാട് ചോദിക്കാത്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പോക്സോ എവിടെയൊക്കെ ചോദിച്ചു കേട്ടോ ടീച്ചറെ. ഞാൻ ടീച്ചറിനെയാണ് അത് ഏൽപ്പിച്ചിരുന്നത്. ആ കിട്ടുന്ന വിവരങ്ങൾ എത്തിക്കുക, ഇവർ കൂടി കൊടുക്കണ്ടേ. അപ്പൊ ടീച്ചർ അത് നോക്കി വെക്കുക. മെറ്റീരിയൽ കയ്യിൽ കാണാം, അല്ലെങ്കിൽ ഒരു ധാരണ ഇപ്പൊ ഓൾറെഡി ഉണ്ടാകും. അത് പോക്സോ ചോദിക്കാം, അതുപോലെ ലഹരിയുടെ കാര്യങ്ങൾ ചോദിക്കാം, നിയമങ്ങള് കേട്ടോ. ഇപ്പൊ ഇത്രയും വിഷയം കിടക്കുന്നത് കൊണ്ടേ ബ്ലാക്ക് മാജിക് ഒക്കെ അതിന്റെയൊക്കെ പേരിലുള്ള കേസുകൾ കിടക്കുന്നില്ലേ? അപ്പൊ ഈ നിലവിലുള്ള കേസുകളെ കുറിച്ച് ചോദിക്കുക. ഏതൊക്കെ കേസുകളാണ് ഈയിടെയായിട്ടുള്ളത്, എന്താണ് തോന്നുന്നത്? അപ്പൊ ക്രിമിനൽസ് കൂടുന്നുണ്ട് അല്ലെ? ക്രിമിനൽ മെന്റാലിറ്റി കൂടുന്നുണ്ട്. റാഗിങ്, ആന്റി റാഗിങ് സ്ക്വാഡ്. അയ്യോ, അയ്യോ, ആഹാ. ഞങ്ങളാകെ പെട്ടിരിക്കുന്നു. അവൻ ഇങ്ങനെ ചെയ്തു. കാരണം ഈ പൈസ ആര് അന്വേഷിച്ചപ്പോ അവന്റെ കൂടെ പഠിച്ച പെൺകുട്ടി തന്നെയാ കൊടുത്തത്. 60 ലക്ഷം രൂപയോ? ആ കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോടീശ്വരി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ആ കുട്ടിക്ക് പഠനം കഴിഞ്ഞിട്ട് വിദേശത്ത് പഠിക്കാനൊക്കെ ഓക്കെ, നമുക്ക് അത് ഡിസ്കസ് ചെയ്യണ്ട. അത് പരിഹാരങ്ങൾ തീർച്ചയായും ഉണ്ടാവും. ആ സമയത്ത് ആ കുഞ്ഞിനുള്ള സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. ആ പയ്യൻ എന്തായാലും തെറ്റ് പറ്റിയത് തിരിച്ചു പിടിക്കാൻ എന്തായാലും മാർഗങ്ങൾ ഉണ്ടാവും സൈബർ സെല്ലിലൊക്കെ കേട്ടോ. ഹലോ, ടീച്ചറെ കേൾക്കുന്നോ? ഇല്ല. അപ്പോ ഇന്ന് നിങ്ങൾ കേൾവിക്കാരായിട്ടിരുന്നു അല്ലെ? ബുദ്ധിമുട്ടുണ്ടോ? എന്നെങ്കിലും നമ്മൾ പറഞ്ഞു അശ്വതി ടീച്ചറെ. ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞതാ ടീച്ചറെ. നമുക്കും കുറെ ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ. ബയോഡേറ്റയിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വരാം എന്നൊരു ധാരണ കിട്ടും. സാധാരണ നമ്മൾ നിങ്ങളെയും കൂടെ കൊണ്ട് ചോദിപ്പിക്കും. പക്ഷെ ഇവിടെ ഈ നെറ്റൊക്കെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങ് മൊത്തത്തില് ഈ ഒരു രീതിയിൽ പോയത്. ഇന്നലെ അമൃത ടീച്ചറെ നമ്മൾ കുറച്ചും കൂടെ പിന്നെ ഞാൻ ഒരുപാട് അങ്ങ് ചോദിക്കാൻ കാര്യം ബയോഡേറ്റയിൽ അത്രയും ഉള്ളത് കൊണ്ടൊക്കെയാണ്. നിങ്ങളെ പാർട്ടിസിപ്പേഷൻ ഇച്ചിരി കുറഞ്ഞു പോയി. പക്ഷെ എങ്കിലും ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അതെല്ലാം നിങ്ങൾക്ക് കിട്ടുമല്ലേ? അതുപോലെ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഇനി ഇന്റർവ്യൂ ഉള്ളവർക്ക് കുറച്ചുകൂടി ധാരണയായിട്ടുണ്ട്. അതുപോലെ ബയോഡേറ്റ എങ്ങനെയാ ഫില്ല് ചെയ്യുന്നതെന്നുള്ള ക്ലാസ് കാണാതെ ആരെങ്കിലും ബയോഡേറ്റ ഫില്ല് ചെയ്തുകൊണ്ട് വന്ന അല്ലെ അത് കാണാതെ ഫില്ല് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടാ ഞാൻ പലരോടും പോയി ബയോഡേറ്റയുടെ ക്ലാസ് 2 എണ്ണം കണ്ടിട്ട് വരാൻ പറഞ്ഞേ. ചില കുരുത്തം കെട്ട പിള്ളേരിനകത്ത് ഇരിപ്പുണ്ട്. അപ്പം ആ ക്ലാസ്സുകൾ കണ്ട ശേഷം ബയോഡേറ്റ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അയ്യോ, ആദിത്യ ടീച്ചർ ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞു കാണത്തില്ല. ഞാൻ മറ്റേ ഗ്രൂപ്പ് ഇട്ടിട്ടില്ല. ഓക്കെ, സാരമില്ല, റെക്കോർഡ് കൊടുക്കാം. ഈ ലിങ്ക് ഞാൻ ഒരു ഗ്രൂപ്പ് ഇടുമ്പോ ആരെങ്കിലും എടുത്ത് അപ്പുറത്തും കൂടെ ഒന്ന് ഇട്ടേക്കണേ. അവിടെ മാത്രം ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയൊക്കെ മതി. വിൻസെന്റ് ടീച്ചറെ ഇനി കിട്ടാനും പാടാണ്, ടെൻഷൻ കാണും. ഞാനൊന്ന് വിളിച്ച്
കുറച്ചുകൂടി ഒന്ന് മെന്റൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി പുതിയ പിള്ളേരെ അവിടെ നിന്ന് നിന്നേ. പിന്നെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കിയത് കൊണ്ട് ഗുണമുണ്ടോ ദോഷമാണോ? ഗുണമാണ്. പറയാനൊരു പാട്. ആരാ അത്? അഞ്ജു ടീച്ചറാണോ? ഓക്കെ. ആക്റ്റീവ് ആവണേ കുറച്ചുകൂടെ. അല്ല ടീച്ചർ, മെസ്സേജ് മുന്നേ ആണെങ്കിൽ ഇങ്ങനെ തപ്പിയെടുത്ത് വരണേ, എല്ലാം കൂടി മിസ്സാവുന്നില്ലല്ലോ. അതെ, കൊറേ മിസ്സാവും. ഞാൻ ഇടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പൊ പിന്നെ കറക്റ്റ് വിടുന്നുണ്ട്. ഒരു ടോപ്പിക് വരുന്നത് എല്ലാരും ഇടുന്ന അതാവുമ്പോ കുറച്ചുകൂടി ഇതായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആദ്യമേ ചോദിച്ചു. എന്നിട്ട് എല്ലാരും അത് വേണ്ട മറ്റേത് മതി, അത് ഞങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിരിക്കുക. അതും കൂടെ ഉണ്ട്. ഇതും എന്താ സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു ശ്രദ്ധ ഞാൻ തരണമല്ലോ. അതുമല്ല, ശബ്ദങ്ങൾ ശരിയാവുന്നില്ല, പലരുടേത് ഇപ്പോഴും ഡൗൺ ആണ്. ഞാൻ ഇനി കേൾക്കില്ല, ഞാൻ അപ്പോഴേ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഫോർവേഡ് ചെയ്യാൻ പോലും ഉള്ള ഒരു അവസരം കിട്ടാതെ നിങ്ങളുടെ വോയിസ് അങ്ങ് ചത്തുപോകും അവിടെ. ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പൊ ഞാൻ പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പറയട്ടെ, 8 to 9 ആണ് നമ്മളുടെ വിൻഡോ. അതായത് വോയിസ് ഇടാനുള്ള ടൈം 8 to 9 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇൻ കേസ് ആ സമയം നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമാണ്, നിങ്ങൾക്ക് അങ്ങനെ കടന്നു പോകുന്ന ഓരോ വീട്ടിലെ സാഹചര്യം വ്യത്യസ്തമാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടില് ഹസ്ബൻഡൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ടൈം ചിലപ്പോൾ അതായിരിക്കും. ഫുഡ് കൊടുക്കണം, കുഞ്ഞുങ്ങളുടെ വിശപ്പിന്റെ ടൈം ആയിരിക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ 8 to 9 വെക്കുന്നത് ഈ സ്കൂൾ ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് അവരുടെ ജോലി ഒഴിഞ്ഞ് കിട്ടുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് വെക്കുന്നത്. അപ്പം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് നേരത്തെ റെക്കോർഡ് ചെയ്യുക. അവനവന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഗ്രൂപ്പ് പേരിലേക്കോ അതങ്ങ് സെൻഡ് ചെയ്ത് വെച്ചിട്ട് അവിടുന്ന് എടുത്ത് ഫോർവേഡ് ചെയ്താൽ മതി. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ പരമാവധി റൂം അടച്ച് ഈ ചിലർക്കൊക്കെ ഒരു ചമ്മല് കാണും ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ. അതൊന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് വോയിസ് ഇടുക. ഓക്കെ, എന്നെ പോലെ നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കോർണർ, 2 റൂമുള്ള വീടാണെങ്കിൽ പോലും അത് നടക്കും. ഏതെങ്കിലും ഒരു വശത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും നിങ്ങൾക്ക് പോയി ഇരിക്കാൻ ഒരു ഇടം വേണം. എപ്പോഴും അത് നല്ലതാണ്. നമ്മളിലേക്ക് നമുക്ക് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാനും ഒക്കെ ഒരു സമയം നമ്മൾ കൊടുക്കണം. പഴയ കുട്ടികൾക്ക് ഞാൻ ഒരു ദിവസം അങ്ങനെ കൊടുത്തിരുന്നു, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ആ ദിവസം കഴിഞ്ഞ് അന്ന് ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിരുന്നു. അത് കാണുമ്പോൾ നമ്മളും അത്രത്തോളം ഹാപ്പിയാണ്. അവർ അത്രയും ഡൗൺ ആയിട്ടിരുന്നപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്താണ് പറയുന്നത്. 10 മിനിറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ട് അതിന്റെ ഫോട്ടോ, അതിന്റെ തെളിവ് എനിക്ക് കാണണമെന്ന്. ഇപ്പൊ ചിലര് ചെടിക്ക് വെള്ളം ഒഴിച്ചത്, ചിലര് വ്യത്യസ്തമായിട്ടുള്ള, നമ്മുടെ വിൻസെന്റ് ടീച്ചർ ചെയ്യുന്നത് ഹീറോ പേനയിൽ മഷി നിറയ്ക്കുന്നതാണ് ടീച്ചറിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഹസ്ബൻഡിന് അങ്ങനെ പേനകളുണ്ട്, പല മഷികൾ ഒഴിക്കണം. അപ്പൊ പറയും ഇനി ആ ഡ്യൂട്ടി വേറെ ആരും ചെയ്യരുത്, ഞാൻ തനിയെ അത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് സ്ഥിരം ചെയ്യുക. ചിലർക്ക് ചില വ്യത്യസ്തമായ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ജോളി ടീച്ചർ നന്നായിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ഒരു സാരിയിൽ കുറച്ച് സീക്വൻസ് വർക്ക് ചെയ്തു, അതിന്റെ ഫോട്ടോ അയച്ചു. പിന്നെ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു പോയ അഖില ടീച്ചർ പ്രിയപ്പെട്ട ഒരു ആള് അല്ലെങ്കിൽ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമായിട്ട് ഒരു ഫോട്ടോയും അവരുമായിട്ട് കുറച്ച് സമയവും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് അത് അയച്ചു തന്നു. അങ്ങനെ ഓരോരുത്തരുടെയും സന്തോഷങ്ങൾ വ്യത്യസ്തമായിരുന്നു. അഞ്ജൽ ടീച്ചർ അന്ന് തന്നെ കെട്ടും കെട്ടി വീട്ടിൽ പോയി 2 ദിവസത്തേക്ക്. അങ്ങനെ ഓരോരുത്തരും. അഞ്ജൻ ടീച്ചറിന്റെ കാര്യം ഞാൻ ഓർക്കുന്നില്ലല്ലോ. അഞ്ജൻ ടീച്ചർ എന്തുവായിരുന്നു ചെയ്തേ? പോയോ? പിന്നെ അൻഷി ടീച്ചർ ഫുഡ് കഴിക്കാൻ പോയി പുറത്ത്. അങ്ങനെ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ. നിങ്ങൾക്കും തരാം, ഒരു ദിവസം തരാം കേട്ടോ. ഒരു ദിവസം ഞാൻ തന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഞാനിപ്പോ സ്ഥിരമായി രാവിലെ എഴുന്നേറ്റ് 5:30 ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റിട്ട് അപ്പോഴേ നമ്മൾ ഫ്രഷ് ആയി ഉടനെ ഞാൻ എൻ്റെ സ്പേസിലേക്ക് പോവുക ചെയ്യുന്നത്. ഞാൻ സ്പെഷ്യലായി ക്രിയേറ്റ് ചെയ്ത് അതാണ് ഇടയ്ക്ക് ഫോട്ടോസ് ഇടുമല്ലോ, ഞാൻ എഴുതുന്നതൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ആ സ്പേസ് ഉണ്ട്, അത് തന്നെയാണ് ഞാൻ ബയോഡേറ്റയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, എന്നിടം എന്ന് ഞാൻ വിളിക്കുന്ന, അല്ലെങ്കിൽ തോട്ട് വർക്ക്ഷോപ്പ് എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ സ്ഥലം, അത് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അതിന്റെ പിന്നിൽ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാകും. അത് എനിക്ക് സമാധാനമായി ഇരിക്കാൻ ഒരിടം,
എന്നെ ഡെവലപ്പ് ചെയ്യാൻ ഒരിടം, അതുപോലെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യുക. അത് തന്നെ ചെയ്യണമെന്നല്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഒരു സ്ഥലം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വെച്ച ഒരു സ്ഥലം ഒന്ന് പോയി ഇരിക്കണം കേട്ടോ. ഒന്ന് എഴുതണം, മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതുക. ജേണൽ കീപ്പ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ലത് തന്നെയാണ്. അത് എഴുതാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും പോസിറ്റീവ്സ് മാത്രം എഴുതുക. നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് റിഫ്രഷ് ആയി ഇരിക്കുക. സുമി ചേച്ചി ഒന്ന് സംസാരിച്ചേ. വീഡിയോ ഓൺ ചെയ്യോ? വീഡിയോ ഓൺ ചെയ്യാം. ഞാൻ എത്ര വർഷമായി കണ്ടിട്ട്? അതെ അതെ, നമ്മൾ ഞാൻ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് എവിടെ ക്ലാസ്സിൽ വെച്ചുണ്ടല്ലേ പങ്കെടുത്തത്. ഉം. ക്ലാസ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടായിരുന്നു ജോയിൻ ചെയ്യണം, നേരത്തെ ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഇത് ക്ലാസ്സിൽ ഇരിക്കുന്നതെന്നേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ് TTC. ഞങ്ങളെ ലീഡ് ചെയ്ത ആളാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ, അല്ലേ? ലീഡ് ചെയ്ത ആളിപ്പം വീട്ടിലൊതുങ്ങി ആരോടും മിണ്ടാനില്ലാതിരിക്കുവായിരുന്നു. ഇപ്പൊ ഇന്ന് ഒരുപാട് സംസാരം കേട്ടപ്പം ഭയങ്കര സന്തോഷം. അതെ അതെ. എന്നാലും വർക്ക് ഇത് നമ്മുടെ ചെയ്യുന്നുണ്ടായിരുന്നു. 2 വർഷമായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇപ്പം വീട്ടിൽ തന്നെയായിരുന്നു. കുട്ടികളെ കാണാതെ അല്ലാതെ വീർപ്പ് മുട്ടിയിരുന്നപ്പോഴേ നമ്മുടെ സമമായിട്ട് അങ്ങനെയുള്ളവരെ കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. നന്നായിരിക്കട്ടെ. ആ സന്തോഷം എന്നും ഉണ്ടാവട്ടെ ടീച്ചറെ. ഇനി അധിക സമയം ഇല്ലല്ലോ, നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തും. അതെ അതെ. ഞങ്ങളുടെ ചെറുക്കൻ എന്ത് ചെയ്യ, വലിയ മുട്ടൻ ചെറുക്കനായല്ലേ? കുഞ്ഞായിരുന്നു. മുട്ടൻ ചെറുക്കൻ ഒരു എഞ്ചിനീയർ ആയി. അയ്യോടാ. അന്ന് നിങ്ങൾ കാണാത്തൊരു ചെറുക്കൻ ഇപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് അവനെ പോലെ ഇരിക്കെ. ഞാൻ സ്റ്റാറ്റസ് കണ്ടായിരുന്നു, മൂത്താളെ പോലെ. അങ്ങനെ ഞങ്ങള് TTC സെക്കൻഡ് ഇയർ പ്രഗ്നന്റ് ആ ചേച്ചി, അല്ലേ? അതെ അതെ അതെ. അങ്ങനെ നന്നായിരിക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്നതിലും സൈലന്റ് ആയി ഇരിക്കുന്നതിലും പുലിയാട്ടോ. എല്ലാവർക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ടെൻഷൻസ് ഒന്നും വേണ്ട. ഇപ്പൊ കുറെ നാളായിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അന്നേരം ഒരു ശ്വാസം മുട്ടൽ ഉണ്ടാവും. ഇപ്പൊ 2 ഇന്റർവ്യൂ കഴിഞ്ഞ് അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഞാൻ എന്നാലും ഇതുവരെ ഡേറ്റ് ഒന്നും വന്നില്ല. ഡേറ്റ് വരുമ്പോഴത്തേക്കും നമുക്കൊരു വെപ്രാളം വരും. അപ്പൊ ആ ഒരു ഇത് മാറണം. അങ്ങനെ ഇടുക്കുക. ഇടുക്കിക്കാരുണ്ടല്ലോ ഇവിടെ. ആര്യ ടീച്ചറെ ഇടുക്കിയല്ലേ? അതോ ഇടുക്കി ഇന്റർവ്യൂ തുടങ്ങിയോ? LP ഇടുക്കി ഇന്റർവ്യൂ തുടങ്ങി. 12ാം തീയതി തുടങ്ങി. ഇപ്പം ചേച്ചി UP ആണോ LP ആണോ? LP. പക്ഷെ ഡേറ്റ് വരാനുണ്ടല്ലേ ഇനി ആളുകൾക്ക്? ഡേറ്റ് വരാനുണ്ട്, ഇനി വരാനുണ്ട്. ഓക്കെ. ശരി ചേച്ചി, സന്തോഷം. ഓക്കെ. ഇനി പുതിയ ആളുകൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? കുറച്ചുപേരേ ഉള്ളൂ, ബാക്കി എല്ലാരും വീട്ടിൽ പോയി. എങ്കില് നമുക്കിന്ന് അവസാനിപ്പിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം, അല്ലെങ്കിൽ അല്ലാതെ പറയാം കേട്ടോ. ഒരു ദിവസം ഒരു 2 വീഡിയോ വെച്ച് തരട്ടോ. എന്തെങ്കിലും ചെയ്യൂ. എന്ത് ചെയ്യൂലേ? എന്നാലേ ചെയ്യാൻ. എന്ത് ടീച്ചറെ? ടീച്ചർ മെസ്സേജ് ആക്കി ഇടുമ്പോ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവും. അതെ. ഡിസ്കഷൻ വേണമെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾ നോട്ട് ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് ഡിസ്കഷൻ ടോപ്പിക്ക് വേണമെങ്കിൽ തൽക്കാലം ഒഴിവാക്കിയിട്ട് 2 ക്ലാസ് ഇട്ട് ആ 2ന്റെ നോട്ട് നിങ്ങൾ എഴുതിയിട്ട് അതേ ബേസ് ചെയ്ത് നമുക്കൊരു ടൈം എടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഇട്ട് നിങ്ങൾ അതേക്കുറിച്ച് ആ നോട്ടിനെ തന്നെ ബേസ് ചെയ്ത് കേട്ട കാര്യങ്ങൾ തന്നെ മതി. നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, ആൻസർ പറയുക. ആ ഒരു രീതി ആയാലും കുറച്ചുകൂടി നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതുവരെയുള്ള ഈ വർഷമുള്ള വീഡിയോസ് അങ്ങ് തീരും. ബാക്കി ഞാൻ കഴിഞ്ഞ വർഷത്തുള്ള നല്ല വീഡിയോസും കൂടി ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ലിങ്കുകൾ തന്നിട്ടുള്ളത്. ഈ വർഷത്തേതെങ്കിലും അങ്ങ് തീരുമ്പോ ഈ വർഷത്തേത് മാത്രം വെച്ചിട്ട് നന്നായി സംസാരിക്കുന്ന കുട്ടികളാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പം ആ വീഡിയോസിലെ കാര്യങ്ങളെങ്കിലും ആവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ബേസ് എങ്കിലും ആവും. അത് കഴിഞ്ഞ് ടോപ്പിക്കിലേക്ക് വേണമെങ്കിൽ പോവാം, ആലോചിച്ച് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങളെ ലീഡ് ചെയ്യാനായിട്ട് ഞാൻ മാത്രമല്ല, ബിൻസിൻ ടീച്ചറും അമൃത ടീച്ചറും കൂടെ കാണും.
അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ, അപ്പൊ അവരും കൂടെ കാണും. അവർക്ക് ഞാൻ ഉത്തരവാദിത്തങ്ങൾ ഓൾറെഡി കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ഭംഗിയായിട്ട് പോകും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവരൂടെ കാണും കേട്ടോ. ഓക്കെ ടീച്ചറുടെ സ്ഥലം ഓ ടീച്ചറെ സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം ടീച്ചർ ഏത് അഞ്ചല് district? അഞ്ചല് ടീച്ചറെ. അഞ്ചു ടീച്ചറിന്റെ എവിടെയാ? കൊല്ലം. കോഴിക്കോട്. കോഴിക്കോട്. പക്ഷെ ഞാൻ മലപ്പുറത്തേക്കാണ് ടീച്ചർ എന്താ? LP എഴുതിയത്. മലപ്പുറത്തേക്കാണ് എഴുതിയത് LP. മലപ്പുറത്താണോ? എന്റെ ജില്ല കോഴിക്കോടാണ്, പക്ഷെ ഓക്കെ LP എഴുതിയത്. ഓക്കെ ടീച്ചറെ. അപ്പൊ ശരി, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഓക്കെ ഓക്കെ ടീച്ചർ.